മെൻസ്ട്രൽ ഹൈജീൻ എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. പണ്ട് കാലങ്ങളിലെ സ്ത്രീകൾക്ക് മെൻസസ് ടൈമിൽ തുണി ഉപയോഗിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പ്രൊഡക്ട്സ്, മെൻസ്ട്രൽ കപ്പുകൾ, സാനിറ്ററി പാഡുകൾ, മെൻസ്ട്രൽ ഡിസ്കുകൾ, പീരിയഡ് പാൻറ്റീസ്, ടാമ്പൻസ്, അങ്ങനെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഉപയോഗിക്കാവുന്ന ധാരാളം ഓപ്ഷൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്നത് സാനിറ്ററി പാഡ് എന്ന പ്രൊഡക്റ്റാണ്. മെൻസ്ട്രൽ കപ്പിലേക്കുള്ള ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും പലരും ഭയം കൊണ്ടോ തെറ്റിദ്ധാരണകൾ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ എന്തോ അതിലേക്കൊന്ന് പൂർണ്ണമായ അതിനെ ഉൾക്കൊള്ളാനായിട്ടൊരു വിമുഖത കാണിക്കുന്നുണ്ട്. തീർച്ചയായും സാനിറ്ററി പാഡിനേക്കാളും ഒരുപാട് കാര്യങ്ങളിൽ മെൻസ്ട്രൽ കപ്പ് സുപ്പീരിയർ തന്നെയാണ്. ഇപ്പൊ നമുക്കൊരു സിനേറിയോ സങ്കല്പിക്കാം. ഒരു 12 വയസ്സിൽ മെൻസസ് ആയ ഹെൽത്തി ആയ ഒരു പെൺകുട്ടി, അവർക്ക് ഒരു 55 വയസ്സ് വരെ പീരീഡ്സ് ഉണ്ടാവുമെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും ഇവര് പാഡ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന പൈസ എത്രയായിരിക്കും? ടോട്ടലി അവരുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിൽ അവർ എത്ര രൂപയായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പലതുള്ളി പെരുവെള്ളം പോലെ നല്ലൊരു എമൗണ്ട് ഇതിനു വേണ്ടി അവർ മാറ്റിവെക്കും അവരുടെ ലൈഫിൽ. ഇനി ഇതിന്റെ ഡിസ്പോസലിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക. പ്രോബബ്ലി എല്ലാ സ്ത്രീകളും ചെയ്യുന്ന എങ്ങനെയാണ്? പാഡ് ഒരു പേപ്പറിൽ റാപ്പ് ചെയ്ത് ഒന്നെങ്കിൽ കത്തിക്കും അല്ലെങ്കിൽ കുഴിച്ചിടും. ഇത് രണ്ടാണെങ്കിലും പാഡ് പൂർണ്ണമായും ഒരിക്കലും ഡിസ്പോസ്ഡ് ആവുന്നില്ല. അപ്പോൾ ഒരു സ്ത്രീ ഇത്രയും നാളുകൊണ്ട് ഉണ്ടാക്കുന്ന പൊല്യൂഷൻ എന്താണെങ്കിൽ പാഡ് യൂസ് ചെയ്യുന്ന സ്ത്രീകൾ എല്ലാവരും കൂടി ഒരു എൻവയോൺമെന്റിൽ എത്രത്തോളം പൊല്യൂഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാം, അല്ലേ? അടുത്തതായി നമ്മൾ ഇപ്പോൾ സ്കൂളുകളിൽ അവയർനെസ് പ്രോഗ്രാമിന് പോകുമ്പോഴായാലും അല്ലെങ്കിൽ എവിടെ സ്ത്രീകളുമായിട്ട് പൊതുവെ സംസാരിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന അഡ്വൈസസ് ആണ്, നിങ്ങൾക്ക് നല്ലപോലെ വെള്ളം കുടിക്കണം, ആ സമയത്ത് റെഗുലർ ഇന്റർവെൽസിൽ പാഡ് ചേഞ്ച് ചെയ്യണം. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം അവരുടെ കൺസേൺ ചോദിക്കുമ്പോൾ അവർ ആദ്യം പറയുന്ന കാര്യമാണ്, പ്രത്യേകിച്ചും കുട്ടികൾ കേട്ടോ, സ്കൂളിലെ കുട്ടികളൊക്കെ പറയുന്നത് അവർക്ക് ഈ പാഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതേ കഴിയത്തില്ല. അതിന്റെ കാരണം ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബ്ലഡും ഇതെല്ലാം കൂടി കാണുമ്പോൾ തന്നെ അവർക്ക് എന്തോ പോലെയാണ്. സോ അവരിത് എത്രത്തോളം ചേഞ്ച് ചെയ്യാതിരിക്കാൻ പറ്റുമോ അത്രത്തോളം അവരെന്ത് ചെയ്യും, അതിന് ശ്രമിക്കും. അതിനുവേണ്ടി ഇവർ വെള്ളം കുടിക്കില്ല. വെള്ളം കുടിച്ചാലല്ലേ ടോയ്ലറ്റിൽ പോകാൻ തോന്നുള്ളൂ. ഇതൊരു വലിയ റീസൺ ആയിട്ട് അവർ പറയാറുണ്ട്. രണ്ടാമത്തത്, പൊതുവെ നമുക്കിപ്പോൾ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. ഇപ്പോൾ ടോയ്ലറ്റ്സ് ഒന്നും അത്ര ഹൈജീനിക് ആയിരിക്കില്ല. അപ്പോൾ നോർമൽ ഡേയ്സിൽ തന്നെ കഷ്ടപ്പെട്ടാൽ പോകുന്നത്. പീരിയഡ് സ്റ്റേജിൽ ഒട്ടും അവർ താല്പര്യപ്പെടുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ. മൂന്നാമത്തെ കാര്യം, ഈ പാഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് തന്നെ പലർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു അൺയൂസ്ഡ് പാഡ് കൊണ്ട് ഈ യൂസ്ഡ് പാഡ് മാറ്റി ഇത് തിരിച്ചു വെച്ച് അവർക്ക് ആ ഒരു പ്രോസസ്സിൽ കൂടി ഗോ ത്രൂ ചെയ്യാനായിട്ടുള്ള മടി നല്ല പോലെ അവർക്കുണ്ട്. അതവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊന്നും അല്ലാതെ അടുത്തൊരു ബുദ്ധിമുട്ടായിട്ട് ഇവർ പറയുന്നത്, പാഡ് യൂസ് ചെയ്യുമ്പോൾ ഈ തൊടയുടെ 2 സൈഡും ഒരഞ്ഞൊരഞ്ഞ് പൊട്ടുന്നു, ഭയങ്കര നീറ്റിൽ വരുന്നു. ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അത് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കത് സാധാരണ ആൾക്കാരെക്കാളും കൂടുതലൊരു പ്രശ്നമായി വരുന്നു. പിന്നെ ലീക്കേജസ്, പാഡ് വെക്കുമ്പോൾ ഉണ്ടാവുന്ന ലീക്കേജ് ബാക്കിൽ വരുന്നുണ്ടോ, ലീക്ക് ആവുന്നുണ്ടോ, ഇതെല്ലാം ഒരു കോമൺ പ്രോബ്ലം ആയിട്ട് കുട്ടികളും പല സ്ത്രീകളും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഒരു മെൻസ്ട്രൽ കപ്പിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അവിടെ സോൾവ് ആകുകയാണ്. ഉദാഹരണത്തിന് ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് 8 to 10 ഇയേഴ്സ് വരെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും ഒരു മെൻസ്ട്രൽ കപ്പിൽ നിന്ന് എൻവയോൺമെന്റൽ പൊല്യൂഷൻ വരുന്നില്ല. കാരണം നിങ്ങൾ കപ്പ് റിമൂവ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യുന്നത് നിങ്ങളുടെ ബ്ലഡ് മാത്രമാണ്. അത് നിങ്ങൾ ടോയ്ലറ്റിൽ അല്ലെങ്കിൽ നിലത്തൊഴിച്ച് വെള്ളമൊഴിച്ച് കളയുന്നത് കൊണ്ട് ഒരു എൻവയോൺമെന്റൽ പൊല്യൂഷനും വരുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന റാഷസ് ഉണ്ടാവുന്നില്ല. കാരണം ഒരു സ്ത്രീ ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് അവരുടെ വജൈനയുടെ ഉള്ളിലേക്കാണ്. അതുകൊണ്ട് തന്നെ സൈഡിൽ ഇത് പാഡ് റബ്ബ് ചെയ്തുണ്ടാവുന്ന പോലത്തെ യാതൊരു പ്രശ്നങ്ങളും മെൻസ്ട്രൽ കപ്പിൽ ഉണ്ടാവുന്നില്ല. കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെൻസ്ട്രൽ കപ്പ് ആണെങ്കിൽ ലീക്കേജസിന്റെ ചാൻസസ് വളരെ കുറവാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ കപ്പാസിറ്റി നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യുന്ന പോലെ റെഗുലർലി ഇടയ്ക്കിടയ്ക്ക് ഇത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. കാരണം യൂഷ്വലി ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് 8 to 12 hours വരെ ഒരു റെഗുലർ ഫ്ലോ ഉള്ള ആൾക്ക് കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ രാവിലെ ഫ്രഷ് ആയിട്ട് വീട്ടിൽ നിന്ന് ഇത് ഇൻസേർട്ട് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ തിരിച്ച് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരിക അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ നിങ്ങൾക്ക് ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോർമൽ ഡേയ്സിൽ എങ്ങനെയാണോ ടോയ്ലറ്റിൽ പോകുന്നത് അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാം. അപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഫിസിക്കലി വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ മെൻസ്ട്രൽ ഡേയ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വെള്ളം കുടിക്കാം, എത്ര തവണ വേണേൽ ടോയ്ലറ്റിൽ പോകാം, അതൊന്നും നിങ്ങളെ ബാധിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ആസ്പെക്റ്റിലും, അതായത് നിങ്ങളുടെ സാമ്പത്തികമായിട്ടായാലും ഒരു എൻവയോൺമെന്റലി ആയാലും നിങ്ങളുടെ പേഴ്സണലി നിങ്ങളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റിലായാലും മെൻസ്ട്രൽ കപ്പ് നിങ്ങളെ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്യും. എന്നുവെച്ചാൽ നിങ്ങളുടെ ഒരു മെൻസ്ട്രൽ ഹെൽത്ത് എന്ന് പറയുന്നതിനെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും മെൻസ്ട്രൽ കപ്പ്.
ഓക്കെ. അപ്പോൾ നിങ്ങളൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാൾ കൂടിയാണ് ആകുകയാണ് എന്ന് വെച്ചാൽ അത്രയും പൊല്യൂഷനും നിങ്ങൾ എൻവയോൺമെന്റിനെ രക്ഷിക്കുകയാണ്. അത് വലിയൊരു ഫാക്ടറാണ്. പലരും ചിന്തിക്കാറില്ലെങ്കിലും അത് ഇതിനകത്ത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. ഇതൊക്കെ ആണെങ്കിലും ആളുകൾക്ക് ചില മിത്സിന്റെ പേരിലും ഈ ഒരു മെൻസ്ട്രൽ കപ്പിലേക്ക് പോകാൻ ഭയങ്കര വിമുഖതയാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈമൻ ബ്രേക്ക് ആകുമോ എന്നുള്ളത്. വളരെ സാധ്യത കുറവാണ്. അങ്ങനെ ആകാവുന്നോ ആകാതെയോ ഇരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയും അങ്ങനൊരു ചിന്ത വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാതിരിക്കരുത്. കാരണം നിങ്ങളുടെ ഹെൽത്തിനെ വളരെ പോസിറ്റീവായിട്ട് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെൻസ്ട്രൽ ഹെൽത്ത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ അതുകൊണ്ട് പെയിൻ ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്യാനും പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാനും അറിയാമെങ്കിൽ പെയിൻലെസ് ആയിട്ട് തന്നെയാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ വജൈനൽ ഏരിയയിൽ നിങ്ങൾക്ക് വജൈനിസ്മസ് പോലത്തെ ഒരു അസുഖമുള്ള ആളാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ചികിത്സിച്ച് മാറ്റേണ്ട ഒരു അസുഖമാണ്. അത് കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടല്ല. അതിപ്പോൾ നോർമലി ഇപ്പോൾ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അയാൾക്ക് സെക്ഷൽ ഇന്റർകോഴ്സും പറ്റില്ല. ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും വജൈനൽ മസിൽസ്. അതിന് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക. പിന്നെ മെൻസസ് സമയത്ത് വരുന്ന ക്രാംസ് എന്ന് പറയുന്നത് യൂട്രസിൽ നിന്നുണ്ടാവുന്നതാണ്. അതൊരിക്കലും കപ്പ് വയ്ക്കുന്നത് കൊണ്ട് വരുന്നതല്ല. അതും ഈ സിവിയർ ക്രാംസ് ആണെങ്കിൽ ഇതേപോലെ തന്നെ PCOS എൻഡോമെട്രിയോസിസ് പോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഹൈ ആണ്. അതിന് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ പിന്നെ ഇതിൽ നിന്ന് ഇൻഫെക്ഷൻ വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഹൈജീനിക് ആണെങ്കിൽ ഒരിക്കലും കപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻഫെക്ഷൻ വരില്ല. പ്രോപ്പറായിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കപ്പ് സ്റ്റെറിലൈസ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഒരു കാരണവശാലും നിങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രോബ്ലം വരത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യേണ്ടത്, അത് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്, അതിൻ്റെ സൈസ് എങ്ങനെ, നിങ്ങൾക്ക് ഫിറ്റ് ആയിട്ടുള്ള ഒരു സൈസ് എങ്ങനെ സെലക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു.